ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു എച്ച് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കോപ്പർ കളറിൽ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ കട്ട് ബീഡ്സാണ് കേട്ടോ, ഇത് കോപ്പർ കളറാണ്. അതുപോലെ തന്നെ നമുക്കിതായി ഒരു മഴത്തുള്ളി ഷേപ്പിലുള്ള ഒരു സ്റ്റോൺ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു കോപ്പർ കളർ, യെല്ലോ കളർ, അങ്ങനെ ഒരു മിക്സിങ് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്കൊരു B7000 എന്ന് പറയുന്ന ഒരു ഗ്ലൂ വേണം. പിന്നെ നമുക്ക് ഈ ഒരു യെല്ലോ ഷെയ്ഡിലുള്ള ഒരു സ്റ്റോണ് നമുക്ക് ഓപ്ഷനിലാണ്. ഞാൻ ഈ ഒരു സ്റ്റോണും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഷെയ്ഡിലുള്ള നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പിക്ചറിൽ കാണുന്നത് ഏകദേശം ഒരു യെല്ലോ ഗോൾഡൻ കളറാണ് കാണുന്നത്. അപ്പോൾ നമുക്കതിൽ ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വരുന്നത്. കോപ്പർ കളറ് ഗ്ലൂ വേണം. പിന്നെ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ യോക്ക് പോർഷൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ലേസ് പോലെ ഈ ഒരു ലേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലേസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിക്ചറൊന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഒരു ഫ്ലവർ കണ്ടോ, ഒരു സെൻറ്ററിലൊരു റൗണ്ട് കൊടുത്തിട്ട് ചുറ്റിനും കുറച്ച് പെറ്റൽസ് പോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ സ്റ്റെം പോലെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അത് തന്നെയാണ് താഴെയും, അതായത് യോക്കിൻ്റെ പോർഷനിലും നമുക്ക് വന്നിട്ടുള്ളത്. സെയിം ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം റൈറ്റ് സൈഡിലേക്ക് കുറച്ച് സ്റ്റെം പോലെ മുകളിലോട്ട് പോയിട്ട് അവിടുന്ന് കുറച്ച് ലീഫും അതുപോലെയുള്ള സ്റ്റോൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്കും സെയിം തന്നെ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു യോക്കിൻ്റെ അകത്തുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ കോളം വരച്ചിട്ട് ഫില്ല് ചെയ്യണം. ഇതുപോലെ നമുക്ക് സൈഡിലേക്ക് ചരിച്ച് ഒരു കോളം പോലാക്കി എടുക്കാം. എന്നിട്ട് ഡയമണ്ട് ഷേപ്പിലുള്ള കോളം പോലെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് നമുക്ക് ബീഡ്സ് വർക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 14 എടുക്കാം. 14ൻ്റെ അവിടെ നിന്ന് താഴെ 13ൻ്റെ ഏകദേശം 13ൻ്റെ ഭാഗത്താണ് താഴത്തെ ഒരു ഫ്ലവർ ഡിസൈൻസ് ഒക്കെ വന്നിട്ടുള്ളത്. പിന്നെ മുകളിലേക്ക് നമുക്ക് ചെക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്ത് കുഞ്ഞു സ്റ്റോൺസ് പിടിപ്പിക്കാം. പിന്നെ അതിന് ശേഷം ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ലേസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഒരു യോക്കിൻ്റെ താഴത്തെ പോർഷനിൽ ഫിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സെൻറ്ററിലെ ഫ്ലവേഴ്സ് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിലുള്ള ആ ഒരു സ്റ്റോൺ എടുത്തിട്ടുണ്ട്, കാണിച്ചില്ലേ ആദ്യം. അത് ഞാൻ ഇതുപോലെ ഒന്ന് അതിന് ചുറ്റിനും നമ്മുടെ ആ ഒരു ഡിസൈൻ്റെ ചുറ്റിനും ഞാനൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഗ്ലൂ ഏകദേശം തീരാറായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫാബ്രിക് ഗ്ലൂവിനെക്കാട്ടിലും നല്ലത് ഈ ഒരു B7000 എന്ന് പറഞ്ഞ ഗ്ലൂ ആണ് ഏറ്റവും നല്ലത്. കാരണം പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. ഇപ്പം തന്നെ ഞാൻ ഒട്ടിച്ച് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് നന്നായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നിട്ട് ഈ സ്റ്റോൺ വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോൺ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമുക്ക് ആ ഒരു യെല്ലോ ഷെയ്ഡിലുള്ള സ്റ്റോണോ അല്ലെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള 2 സ്റ്റോൺ ഞാൻ കാണിച്ചില്ലേ, അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് കൊടുക്കാം. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ യെല്ലോ കളർ ഞാനൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അതിൽ വർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ അത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇങ്ങനെ ഈ പശയുടെ ഒരു ഒട്ടിപ്പിടിച്ച കുറച്ച് ഭാഗമുണ്ട്. അത് നമ്മുടെ ആ ഒരു സേഫ്റ്റി പെൻ വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നീഡിൽ വെച്ചിട്ടോ നമുക്കത് ഇതുപോലെ അങ്ങ് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ ആ ഒരു സെൻറ്റർ പോർഷനിൽ നമ്മുടെ ഒരു കോപ്പർ കളറിലെ കട്ട് ബീഡ്സ് ഉണ്ടായിരുന്നല്ലോ, അതൊന്നും ഇതുപോലെ റൗണ്ട്സിലൊന്ന് വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ലോക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചെറിയ ബീഡ്സ് എടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. നമുക്ക് കുറച്ച് വലുപ്പത്തിലുള്ള ബീഡ്സ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചുറ്റിനും പിടിപ്പിക്കാനായിട്ട് ഇച്ചിരി പ്രയാസമായിരിക്കുമേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ചെറിയ സൈസിലുള്ള എടുക്കാം. അപ്പോൾ ഓരോ പെറ്റലിൻ്റെയും സൈഡിലായിട്ട് ഓരോ ബീഡ്സ് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഓരോന്നായിട്ട് ചെയ്ത് കൊടുക്കാം. കഴിവതും നിങ്ങളിങ്ങനെ തന്നെ ബീഡ്സ് ലോക്കിയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നോർമൽ നീഡിലിൽ ചെയ്യുന്നവർ ഇങ്ങനെ തന്നെ ചെയ്തു പോകുന്നതാട്ടോ നല്ലത്.
കാരണം ഒരുപാട് ബീഡ്സ് നമ്മളിങ്ങനെ നമ്മുടെ ഈ ഒരു ത്രെഡിലേക്ക് കോർത്തിട്ട് പിന്നെ നമ്മൾ ലോക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു ബീഡ്സ് നമുക്ക് വാഷ് ചെയ്യുമ്പോഴൊക്കെ പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ കഴിവതും ഓരോ ബീഡ്സായിട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമുക്കത് ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മൾ ആരി നീഡിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ അതുകൊണ്ടാണ് മിക്ക വീഡിയോസിലും നിങ്ങളോട് ഞാൻ പറയുന്നത്, നമ്മൾ ഓരോ ബീഡ്സ് ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യണമല്ലേ നമ്മുടെ ഓരോ വർക്കുകളും. അപ്പോൾ കുറച്ച് നാൾ നമുക്ക് നിൽക്കണ്ടേ വർക്കുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലോക്കിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി ഇതുപോലെ അതിൻ്റെ ബാക്കിയുള്ള പെറ്റൽസും കൂടെ ഇതേപോലെ തന്നെ ഞാനൊന്ന് ചെയ്ത് കൊടുക്കാൻ പോവാണേ. ഇപ്പം ഞാൻ എന്താ ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ആ സ്റ്റെമ്മാണ്. അപ്പോൾ ആ സ്റ്റെമ്മ് ജസ്റ്റ് കൂടെ ഒന്ന് ഡാർക്കാക്കി വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒരുപാട് അങ്ങ് ഡാർക്കാക്കി വരയ്ക്കാറില്ല, ജസ്റ്റ് ലൈറ്റായിട്ട് ഞാൻ വരയ്ക്കത്തുള്ളൂ. കാരണം നമുക്ക് ചെയ്ത് കഴിയുമ്പോഴാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ചെയ്തതിൻ്റെ ആ ഒരു പാടങ്ങനെ നിൽക്കും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ടാണ് ലൈറ്റായിട്ട് വരയ്ക്കാൻ ഈ പറയുന്നത് കേട്ടോ. ഇനി വീണ്ടും നമ്മളുടെ ആ ഒരു സൈഡിലൊക്കെയുള്ള പെറ്റൽസിനൊക്കെ നമ്മുടെ ഈ ഒരു ബീഡ്സ് സ്റ്റോണ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റെമ്മ് നമുക്കങ്ങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ സ്റ്റെമ്മായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്റ്റെമ്മ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് പോലെ ചെയ്തല്ലേ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ലോക്ക് വീഴുന്നുണ്ട്. അത് ഇപ്പം ഞാൻ ഇനിയിപ്പോൾ ആ സ്റ്റെമ്മ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കാൻ പോവാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തില്ലേ, നമ്മളുടെ ഫ്ലവേഴ്സ് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഈ ഒരു സ്റ്റോണും നമുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ആ പെറ്റൽസ് ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം. സ്റ്റോൺ വരുന്ന ഭാഗത്തൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് നമുക്ക് തോന്നുമെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു സ്റ്റോണൊക്കെ ഞാനും അതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് സൈഡിലേക്ക് നമുക്ക് കുറച്ച് പെറ്റൽസ് ലീഫ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ബീഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീഫ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഒരു 3 to 4 ബീഡ്സ് എടുത്തിട്ട് സൈഡിലേക്ക് ചരിച്ചിട്ട് 3 പെറ്റൽ പോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു കുഞ്ഞൊരു ലീഫ് നമുക്ക് കിട്ടും, ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതേപോലെ ആ ഒരു സ്റ്റെമ്മിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ നമുക്ക് ഇതുപോലത്തെ ലീഫുകളുണ്ടാവും. അപ്പോൾ ലീഫുള്ള ഭാഗത്തൊക്കെ ഇത് ചെയ്ത് കൊടുക്കുക. സ്റ്റോൺ സ്റ്റിച്ച് ചെയ്യേണ്ടടുത്ത് സ്റ്റോൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിലും അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു കോളമാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ കോളം ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു ബീഡ്സ് വർക്ക് തന്നെ നമ്മൾ ഓരോ പെറ്റൽസ് ഓരോ ബീഡ്സായിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മളങ്ങനെ പോവാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് പോവാം. പിന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നമ്മൾ ബിഗിനേഴ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പാർട്ടി വെയർ ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് നോർമൽ നീഡിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആരി നീഡിൽ തന്നെ വേണം എന്നൊന്നുമില്ല, നമുക്ക് നോർമൽ നീഡിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, നല്ലൊരു ഡിസൈനറായിട്ട് മാറാൻ പറ്റും ഇതുപോലുള്ള ഡിസൈനുകളൊക്കെ ചെയ്തിട്ട്. പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ പുറത്തൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കാനും നല്ലതായിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ലൈൻസ് കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കൊടുത്തു. ഞാനിപ്പോൾ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിൻ്റെ ഒരു സെൻറ്റർ പോർഷനിൽ കുറച്ച് ഡോട്ട്സ് കൊടുത്തേക്കണം കണ്ടോ, അത് ഞാനിനി ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് അങ്ങ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതിന് ശേഷം യോക്കിൻ്റെ താഴെ, അതായത് പിക്ചറിൽ കാണിച്ചല്ലോ, താഴെ വീണ്ടും നമുക്ക് ഡിസൈൻ വരുന്നുണ്ട്. മുകളിൽ നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ തന്നെ താഴെ യോക്കിൻ്റെ ഭാഗത്തും വരണുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ആ ഒരു വർക്കും നമുക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് എല്ലാ വർക്കുകളും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആദ്യം കാണിച്ചൊരു ലേസ് ഉണ്ടല്ലോ, നമ്മുടെ ആ ലേസ് യോക്കിൻ്റെ താഴത്തെ പോർഷനിൽ ഫിക്സ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരം അത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പിടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, അല്ലാണ്ട് നമ്മൾ നോർമൽ നീഡിൽ വെച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്. നമ്മൾ മെഷീനിൽ വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാ ഇതേപോലെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബീഡ്സും സ്റ്റോണും എല്ലാം നമ്മളൊന്ന് പിടിപ്പിച്ച് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫൈനൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ.
ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.